ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കഥ അന്നദാനം പുണ്യദാനം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്. കഥ എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കുക. ആ കഥയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം അത് മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുക. നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ടും കഥ കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പം കഥയിലേക്ക് കടക്കാം. കർണനും സുയോധനനും മരണശേഷം സ്വർഗത്തിലെത്തി. രണ്ടുപേർക്കും ഉജ്ജ്വലമായ സ്വീകരണമാണ് സ്വർഗത്തിൽ ലഭിച്ചത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഓരോ കൊട്ടാരങ്ങൾ രണ്ടുപേർക്കും കിട്ടി. അപ്പം അങ്ങനെ സുഖത്തിൽ ജീവിക്കുന്ന ഒരു കാലം അധികം ദിവസമൊന്നും ആയില്ല. കിട്ടിക്കഴിഞ്ഞ് തന്നെ ആ ദിവസം തന്നെ വെള്ളം കുടിക്കുവാൻ കലശലായ ദാഹം അനുഭവപ്പെട്ടു കർണൻ. കർണൻ വെള്ളം അന്വേഷിച്ച കൊട്ടാരം മുഴുവനും മൊത്തത്തിൽ കറങ്ങി നടക്കുകയാണ്. ഒരിടത്തും ഒരിറ്റ് വെള്ളം പോലും കിട്ടുന്നില്ല. അത് തന്നെയല്ല, അവിടെ എങ്ങും ഭക്ഷണം കിട്ടാനുള്ള യാതൊരു വിധമായ വഴിയുമില്ല. അപ്പോൾ വളരെ വിഷമസ്ഥനായി കർണൻ. സന്ധ്യ ആവുന്നു. കർണന് വിശപ്പും ദാഹവും കൊണ്ട് വല്ലാത്ത ക്ഷീണം, അവശനാകുന്നു. എന്നാൽ കൃഷ്ണനെ കണ്ട് വിവരം പറയാമെന്ന് വിചാരിച്ചു. സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ അവിടെ ഉണ്ട്. ആ ഭഗവാനെ കണ്ട് ഈ ഒരു വിഷമഘട്ടം അറിയിച്ചു. ഇവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും തരാത്ത ഇതിനെ സ്വർഗമെന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് സ്വർഗമാണോ? ഇതാണോ സ്വർഗം? കർണൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു, നീ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ചെയ്തത് അതനുസരിച്ചാണ് സ്വർഗത്ത് നിനക്ക് ഓരോ സൗകര്യങ്ങളും കിട്ടുന്നത്. നീ എന്തെങ്കിലും ദാഹിച്ചു വരുന്ന ഒരാൾക്ക് ജലമോ വിശന്ന് വരുന്ന ആൾക്ക് ഭക്ഷണമോ വല്ലതും നീ കൊടുത്തിട്ടുണ്ടോ? നീ കൊടുത്തതെല്ലാം സ്വർണവും വെള്ളിയും തന്നെയല്ലേ. അത് തന്നെയല്ലേ നിനക്ക് സ്വർഗത്തിലും കിട്ടുകയുള്ളൂ. കർണൻ ആകെ വിഷമത്തിലായി. കർണൻ ഭക്ഷണം കിട്ടുവാൻ ഒരു വഴിയുമില്ലേ? കൃഷ്ണൻ പറഞ്ഞു, എന്നെങ്കിലും ആർക്കെങ്കിലും നീ അന്നദാനം നടത്തുന്ന സ്ഥലത്തേക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട്. ഒരിക്കൽ സുയോധനൻ അന്നദാനം നടത്തിയ ആ ഭക്ഷണശാലയിലേക്ക് ഞാൻ ഒരാൾക്ക് വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ നീ ഈ ചൂണ്ടിക്കാണിച്ച ആ വിരൽ ഒന്ന് ഞുണഞ്ഞു നോക്കൂ. കർണൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ആ വിരലൊന്ന് ഞുണഞ്ഞു. ഞുണഞ്ഞ മാത്രമേ തന്നെ വിശപ്പ് മാറി. ആ അന്നദാന സത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയ വിരലിന് ഇത്രയും പുണ്യമെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് സ്വർഗം നിശ്ചയമത്രേ. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ്. അന്നദാനത്തോളം മാഹാത്മ്യമേറിയതായിട്ടുള്ള മറ്റൊന്നുമില്ല. ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആ സംതൃപ്തി കൊടുക്കുന്ന ആൾക്ക് അനുഗ്രഹമായി വരുമെന്നുള്ളതാണ്. ഇപ്പം മറ്റൊരു ദാനം കൊണ്ട്, ഇപ്പം വസ്ത്രമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, സ്വർണമായിക്കോട്ടെ, ഇങ്ങനെയുള്ളതായ ദാനങ്ങളൊക്കെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ കുറച്ചും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നാണ് ആ കിട്ടുന്ന